ഇതിലും കയറി അങ്ങോട്ട് ചാടി അവരുടെ തെങ്ങിന്റെ ചവിട്ടി കാണും. മേലെ പോയിട്ട് നോക്കാം, അവിടെ എന്നാ കിട്ടുമോ നോക്കാം. 2 മൈലാണ് വീടിന്റെ. അതാണേ കാണാല്ലോ. ഇന്നൊരു പനി ദിവസമാണ്. പനി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. തല നനച്ച് കാണാനില്ല അമ്മച്ചിട്ട. പിന്നെ തീരെ വയ്യ. ഇന്ന് ഇവരൊക്കെ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഞാനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ. കുഞ്ഞാവേ ഉണ്ടാവും കേട്ടോ ഇവിടെ. ഞങ്ങൾ രണ്ടാളും ഞാനും മുത്തശ്ശി മാത്രമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന്. പിന്നെ മുത്തശ്ശി ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാമെന്ന് വെച്ചു. പിന്നെന്താ അത് തന്നെ, നമ്മളിപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും കുറേ പുളിയിഞ്ചിയുടെയൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വടുകപ്പുളി അച്ചാർ ഇതിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട്. അപ്പം കട്ടുറുമ്പ് കടിക്കട്ടെ കേട്ടോ. ഇതാണ് കുഞ്ഞാവയുടെ കടിക്കട്ടെ. ഈ തവണ പീരീഡ്സിൽ തന്നൊരു സമ്മാനമാണ് ഈ ഒരു പിമ്പിള്. ഇതേവരെയായിട്ട് വരലേ ഇല്ല. മയിലിനെ കണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നാൽ ഞാൻ കിടക്കരുത്, തീരെ വയ്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കണ പോലെ. പനിയുണ്ട്, മരുന്ന് കഴിക്കണുണ്ട്. പനിക്കണ പോലെയല്ല, പനിയുണ്ട്, മരുന്ന് കഴിക്കണുണ്ട്. അതെ, കുഞ്ഞായ്ക്ക് തുമ്മലും കാര്യങ്ങളും. കുട്ടുവാണ് ആദ്യം സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടി. എല്ലാവർക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞായ്ക്കും കിട്ടി. അപ്പോൾ ഇവർക്ക് ഇന്നൊരു അതെ, ഇവർക്ക് ഇന്നൊരു വേളി റിസപ്ഷൻ അല്ല, വേളി ഉണ്ട് ഇന്ന്. അപ്പോൾ പാണ്ടിക്കാട് വെച്ചിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പോകുന്നുണ്ട്. ഞാനും ഭയങ്കര ക്ഷീണം, മേല് വേദന സംഭവങ്ങൾ. ഇപ്പോഴത്തെ വൈറൽ പനി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും സുഖമാണോ? അതെ, ഞാനും വലിയച്ഛനും കുട്ടിയേട്ടനും അച്ഛനൊക്കെ പോണം. അപ്പം എന്നാൽ നമുക്കിന്ന് ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. കുഞ്ഞാവയുടെ മെയിൻ ഹോബി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അതെ, ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണിത്. അപ്പം ആ ഡയറിയാണത്. അതിലിരുന്ന് കുത്തി വരയ്യ. ഇങ്ങനെ എനിക്കിപ്പോൾ ഇൻസ്റ്റയിൽ മുത്തശ്ശീൻ്റെ ഷോർട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ നമ്മൾ നോർമലി നമ്മളുടെ വർക്ക് സംബന്ധമായിട്ടെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ. മറ്റേ വലിയ ബുക്ക് ഞാനൊന്ന് പറയട്ടെ. വർക്ക് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെക്കാനുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കുഞ്ഞാവെ പേടിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരാണ് ഫോണിൽ കളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പേടിക്കും. അങ്ങനെ പറഞ്ഞാൽ പേടിക്കട്ടോ. ഇത് കണ്ട് ആരാണ് വിളിക്കും. കുഞ്ഞാക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ അവിടെ നിന്ന് കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ കുഞ്ഞാവയുടെ പണി ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അമ്മ പുതിയ ചുരിദാറൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. ഇവര് ഇറങ്ങാൻ നേരത്തെ ഞാൻ കാണിക്കേ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇത് ഞാൻ മറ്റേ ചാനലിലാട്ടോ ഇടാം, മുത്തശ്ശിയുടെ ചാനലിലല്ല, മറ്റേ ചാനലിൽ. അപ്പം ഇന്ന് ഞാനും മുത്തശ്ശി മാത്രമുള്ള ഒരു ടൈമില് മൈ സൂപ്പർ ഫാമിലി. പുതിയ കൂട്ടുകാരുള്ളവർക്കും ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് ഞാനും മുത്തശ്ശി മാത്രമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതെങ്ങനെയാണ് ഞങ്ങൾ
ചെയ്യണത് എന്നൊക്കെ കാണിക്കാം. ഇന്ന് എനിക്ക് വേണ്ടി മുത്തശ്ശിയുടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, എങ്ങനെ ഞാനും മുത്തശ്ശി സ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഉള്ളത് കാണിക്കട്ടോ. ചിലപ്പോൾ ഉറങ്ങി തീർക്കുമായിരിക്കും. കാരണം മുത്തശ്ശിക്കും എന്നാലും മിനിയാന്നൊക്കെ യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. എനിക്കാണെങ്കിൽ നല്ലോണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പനി കാര്യങ്ങളൊക്കെ രാത്രി പനിയാണ് ഇപ്പൊ. ഒട്ടും വൈകില്ല കേട്ടോ. ഒരു കുളിര് വന്നിട്ട് ഇങ്ങനെ ഉറക്കം എന്തൊക്കെയോ ആവും. അതെ. അപ്പൊ എന്നാലും നമുക്ക് ഇനി ഞാൻ അമ്മേനെ ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് മുത്തശ്ശി വരട്ടെ കേട്ടോ. മുത്തശ്ശിയോട് സെറ്റ് മുണ്ട് എടുത്ത് പുതിയ സെറ്റ് മുണ്ട് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഒന്ന് പിന്നെ കാണാം. മുത്തശ്ശി, അങ്ങനെ നമ്മളാണ് ഇന്ന് അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയിലേക്ക്. ഇവരെല്ലാരും പോവുകയാണ്. കല്യാണം. അതെ, ഇന്നലെ പോയി പോന്നു. അതെ, അപ്പൊ ഒഴിവാക്കി. ആ അപ്പൊ അവരെല്ലാരും പോവാണ്. അല്ല ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെളിച്ചം കുറവാണ്. അപ്പൊ ഇവര് അമ്മായി ഇല്ല, കുഞ്ഞാക്ക് തുമ്മലുകൊണ്ട് അമ്മായി വരുന്നില്ല. ബാക്കി ഇവരെല്ലാരും ഉണ്ട്. എനിക്ക് പനിയും കാര്യങ്ങളും ബോഡി പെയിൻ ഒക്കെയാണ്, സുഖമില്ല. പിന്നെ നമുക്ക് കുറച്ച് പാലടയുടെ വീഡിയോ പുളിയിഞ്ചിയുടെ വീഡിയോ ഒക്കെ പെൻഡിങ് ഉണ്ട്. അപ്പം ഞാൻ പോണതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോ എടുത്ത് തീർക്കാനുണ്ട്. മാളു റെഡി ആയി നിൽക്കുന്നുണ്ട്. അതെ, അമ്മ വരൂ, അമ്മ കാണാനില്ല. അത് ഞാനാ തൊട്ടത്. ആ അമ്മ എത്തി. അതെ, അപ്പൊ എന്നാലും നിങ്ങൾ പോയിട്ട് വരും. അമ്മ ഉണ്ട് ഇതാ പറഞ്ഞേ, കാണാനില്ലല്ലോ. ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. ചോദിച്ചോക്കോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. 2-3 വയസ്സുണ്ടാവും മുത്തശ്ശി. 4 വെറുതെ കൂട്ടി പറയാം. അമ്മൂന് വേണ്ടിട്ട് 4 അത്ര പായസം കുടിക്കില്ല. പാലട കുടിക്കില്ലേ? എന്താ ഇത് മാളുവിന്റെ ബർത്ത്ഡേ ഫ്രോക്ക് അല്ലേ മാളു? ആ, ഫാമിലിന്ന് എടുത്താ നമ്മള്. ഇത് അതേപോലെ അങ്ങ് നിക്കണ്ട് അല്ലേ, കറക്റ്റ് ഫിറ്റിങ്. ആ അതെ അതെ അതെ. പക്ഷെ ഇത് നല്ല ഉതിപ്പുള്ള കളറായോണ്ടേ, റാണി പിങ്ക് പോലെ. ചോപ്പും അല്ല. ആ അതെ, പിങ്കും അല്ല, അങ്ങനത്തെ ഒരു കളർ. ഓ, അച്ചോളും മാളും കുറച്ച് മേച്ചാ അല്ലേ? അപ്പോൾ എന്നാൽ പോയിട്ട് വരൂ. ഇവിടെ പോയിട്ട് വരിക. ആ മുത്തശ്ശി, അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേരും ഉള്ളു ഇവിടെ. കുറെ നാൾക്ക് ശേഷമാണ് അങ്ങനെ. അപ്പൊ ഇതാ നമ്മള് ഹെൽത്ത് മിക്സ് ഇല്ലേ നമ്മളുടെ, എന്താ പറയാ, ഇതാ നമ്മൾ ത്രിവേദന കേട്ടോ വാങ്ങിച്ചത്. ഇത് റൗണ്ട് ഫുള്ളായിട്ടുള്ളതാണ്, പൊടിയല്ല. നമ്മളിത് വറുത്ത് പൊടിക്കുക അല്ലേ, അങ്ങനെ. ആ മുത്തശ്ശിക്ക് ഇത് അറിയില്ല, എനിക്ക് അത്ര വലിയതായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ബാർലി ഉണ്ട്, ജോവർ, ബജ്ര, റാഗി, സാഗോ, സോയാബീൻ, പിന്നെ ചിന്നമൻ പൗഡർ ഉണ്ട്, വീറ്റ് ഉണ്ട്, ചെമ്പ വീറ്റ്, പിന്നെ കാഷ്യൂ, പട്ട, ബദാം എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കൊരു ഹെൽത്തി ഉള്ള എന്തെങ്കിലും എല്ലാ സംഭവങ്ങളും. നമ്മൾ നോർമലി ഇപ്പോൾ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ കുടിക്കുന്നതിന് പകരം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. നമ്മൾ ഇങ്ങനത്തെ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കണത്, ഓവുങ്ങൽ ആയുർവേദശാല, തൃശ്ശൂർ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പുതിയ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ 2ാമത്തെ ബോട്ടിൽ വാങ്ങിച്ചതാണ്. ഇതൊന്ന് ചൂടാക്കുക വേണ്ടു അല്ലേ? ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് പൊടിക്കുക, എന്നിട്ട് പാല് കലക്കി കുടിക്കുക. ആ, എന്നിട്ട് പാല് കലക്കി കുടിക്കുക. അപ്പം എന്നാൽ പനിയൊക്കെ ഒന്ന് പമ്പ കിടക്കട്ടെ. അപ്പം ഇതാ നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ടുണ്ട് അല്ലേ? കളറൊന്നും മാറണ്ട അല്ലേ? ഇതിലെല്ലാതും ഉണ്ട് കേട്ടോ. കോണുണ്ട്, ബദാം, കാഷ്യൂ, ഞവരരി, പിന്നെ റാഗി, ചോളം. ആ ചോളം പറഞ്ഞല്ലോ അല്ലേ, കോണൊക്കെ. അങ്ങനെ എല്ലാവിധ പ്രോട്ടീൻ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നിത് അവിടെ പാലട പായസം ഉണ്ടാക്കുകയാണ് അല്ലേ മുത്തശ്ശിയെ? പാലട പായസം. കുഞ്ഞാവേ, ഈ പാത്രത്തിൽ എന്താ? അതെന്താ? പഞ്ചസാര. മുത്തശ്ശി എന്തിനാ ശരിക്കും വെള്ളം ഒഴിക്കണത്?
കട്ടിയുള്ള പാലാവുമ്പോഴേ ആ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ആ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ചു കൊടുക്കണം. അമ്മു ഇതിലേ ആ എല്ലാ സംഭവവും അടങ്ങിയിട്ടുണ്ട്. ആ മിക്സ് പാലട മിക്സ് ആയോണ്ട് അല്ലേ? സാര പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ അപ്പൊ നമുക്ക് ഏലക്കായുടെ പൊടി ആ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യം. സാധാരണ പാലട സദ്യക്ക് സദ്യക്ക് അമ്മ വെറും പാലട മാത്രമേ കഴിക്കുള്ളൂ. കുറച്ച് നമുക്ക് കുറുകി തോന്നി മിൽക്ക് മേടി വേണമെങ്കിൽ ലേശം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരിയും കുഴപ്പമൊന്നുമില്ല. ആ മുത്തശ്ശി, നമ്മുടെ പാലട പായസൊക്കെ ഇവിടെ റെഡിയായി. അതെ, ഇവര് നമുക്ക് ഊണ് കഴിക്കുമ്പോ എന്തായാലും ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്ക് ആയിക്കോട്ടെ എന്ന് പാലട പായസം. അവിടെ കുഞ്ഞാവി ഉണ്ട്. ആ ആ അപ്പൊ അത് കൂട്ടി ചോറുണ്ണുമ്പോ ഏതായാലും പാലട പായസം കഴിക്കാം. നമ്മുടെ സ്പെഷ്യൽ പാലട പായസമാണ് കേട്ടോ. നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ആ സ്പൂണിൽ വീണു. അപ്പൊ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് വേണം പുളിയിഞ്ചി ഉണ്ടാക്കാൻ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. പുളിയിഞ്ചി ഉണ്ടാക്കണത്. അതെ, പാലട പായസം എന്താ നല്ല സൂപ്പർ ടേസ്റ്റി പാലട പായസമാണ്. അപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും കുട്ടും എല്ലാവരും കല്യാണത്തിന് പോയതുകൊണ്ട് വേളിക്ക് പോയതുകൊണ്ട് മുത്തശ്ശി ഇതാ എനിക്ക് ചോറായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചോളൂ. അതെ, കുറേ ചോറുണ്ട് കേട്ടോ. ചോറ്, മാങ്ങാപ്പെരുക്ക്, പിന്നെ വടുകപ്പുളി നാരങ്ങ അച്ചാറ്, ഇതെല്ലാം. ആ വെണ്ടയ്ക്കുപ്പേരി. അതെ, വെണ്ടയ്ക്കുപ്പേരി നല്ല ഫ്രൈ ചെയ്ത് നല്ല മൊരിഞ്ഞുപ്പേരി കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റാ. അപ്പൊ എന്നാ ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് പുളിയിഞ്ചിയുടെ വീഡിയോ എടുക്കാം. ആയിക്കോട്ടെ. അങ്ങനെ ഇതാ കല്യാണം വേളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാരും എത്തിയിട്ടുണ്ട്. കുഞ്ഞാവ ഡ്രസ് ഇടാത്തോണ്ട് കുഞ്ഞാവെ കാണിക്കണില്ല കേട്ടോ. ആ ഇവര് എന്താ മറ്റേ സൂപ്പർ മാർക്കറ്റ് കയറി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് കുക്കിംഗ് റീല് ചെയ്യണ്ടേ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോ കുറച്ച് നമ്മൾ ബൂസ്റ്റും അതൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷെ ഇതെന്തോ ഒന്നും ആള് കണ്ടപ്പോ വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കണത് എടുക്കണം. എടാ അമ്മ ഹായ് കൊടുക്കൂ. അമ്മ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കേമായിരുന്നോ? അതെയോ? പരിചയമുള്ളവരൊക്കെ കണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ? ആ സംസാരിച്ചോ? അതെയോ? അതെ, മുത്തശ്ശി ഇന്നലെ പറഞ്ഞു. മുത്തശ്ശി ബസ്സിൽ, അത് മുത്തശ്ശി തന്നെ പറയും, അപ്പോഴേ അതിന്റെ രസമുള്ളൂ. മുത്തശ്ശിക്ക് ഇന്നലെ ബസ്സിലുണ്ടായ ഒരു അനുഭവമാണ് മുത്തശ്ശിന്ന് പറയും. അപ്പൊ അതാ മുത്തശ്ശിക്കുട്ടി ഇവിടെ ഇരുന്ന് പുളിയിഞ്ചി ഉണ്ടാക്കുകയാണ്. പുളിയിഞ്ചിയുടെ ഫുൾ വീഡിയോ മുത്തശ്ശിയുടെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുളിയിഞ്ചി ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചെറിയ ചെറിയ കുറേ ദിവസത്തേക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങുകയാണ്, റെസിപ്പികളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ പുളിയിഞ്ചിക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇന്നിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യുക, വാങ്ങിക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ തന്നെ പുളിയിഞ്ചി കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള സംഭവം മറ്റേ ചാനലിൽ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വരും കേട്ടോ.